ഹായ് ഗായ്സ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാശ്മീരി ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ്. അതിന് ഞാൻ 2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ചിക്കനാണോ വേണ്ടത് അത് കണക്കിന് അളവിലും വ്യത്യാസപ്പെടുത്താം. ഞാൻ 2 kg എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ 2 kg ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഞാൻ കാശ്മീരി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 kg ചിക്കനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. കാശ്മീരി ചില്ലിനെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് തോന്നും, കളറും കിട്ടത്തില്ല കറിക്ക് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡറിനെ ഉപയോഗിക്കാൻ പറയുന്നത്. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ചിക്കൻ എത്രത്തോളമാണോ ചേർക്കുന്നത് അത് കണക്ക് കാശ്മീരി ചില്ലി ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ കറിക്കും ഗരം മസാല ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം, ചിക്കനിൽ ചേർക്കുന്നവർക്ക് ചിക്കനിലും കൂടെ ചേർക്കാം. ഞാൻ രണ്ടിനും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പ് ചേർക്കണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് നാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നാരങ്ങ ചേർക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ നാരങ്ങ മുറിച്ചിട്ട് ഉടനെ തന്നെ അതിലോട്ട് ചേർത്തുകൊണ്ട് കുരു അതിലേക്കായിപ്പോയി. പിന്നീട് ഞാൻ ആ കുരു അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ കൈ താഴെ വെച്ച് അലിയിച്ച് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുരു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ചിക്കൻ്റെ എല്ലാ പീസിലും മസാല എത്തുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ. ഈ കറിക്ക് ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം, ബോൺലെസ് തന്നെ വേണം എന്നൊന്നുമില്ല. ഏത് ചിക്കനായാലും കുഴപ്പമില്ല. അപ്പോൾ മസാല എല്ലാം ഇട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. ഇപ്പോൾ എല്ലാ ചിക്കനും മിക്സാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. മിനിമം ആണേ പറയുന്നത്. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണേ. ഞാനിതൊരു 3/4 മണിക്കൂറോളം മാത്രമേ വെച്ചിട്ടുള്ളേ. ഒരുപാട് നേരം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ നോക്കണേ, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഞാൻ എല്ലാം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെളിയിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാനതൊന്ന് മറു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഒരു 80% വേവിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളേ. 80% വെന്താൽ മതി. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ കറിയിലിട്ട് വേവിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാനതൊന്ന് മാറ്റിയെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നേ വെന്തതിന് ശേഷം.
ഞാൻ 2 കിലോ ചിക്കൻ എടുത്തത് കൊണ്ട് എനിക്ക് 2 തവണ ഇട്ട് പൊരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പ് വേണമെങ്കിൽ ഒറ്റ ട്രിപ്പ് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. എനിക്ക് ചിക്കൻ ഇവിടെ കൂടുതലായതുകൊണ്ടാണ് 2 വെട്ടായിട്ട് പൊരിക്കേണ്ടി വന്നത്. അത് കണക്ക് എണ്ണയുടെ അളവും കൂട്ടാനായിട്ട് ശ്രദ്ധിക്കണേ. എണ്ണ നമുക്ക് അത്യാവശ്യം വേണം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ എല്ലാം പൊരിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം എണ്ണയാണ് കേട്ടോ. ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ സവോളയും പച്ചമുളകും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 8 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 8 സവോളയും 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് വഴഞ്ഞു വരെയും ചെയ്യണം ആ സവോള. നമുക്ക് ഉപ്പിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടും ചെയ്യാം, അല്ലാതെ വഴറ്റാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ അല്ലാതെ തന്നെ വഴറ്റി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കുന്നത്. ഈ പരിവാവുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വഴണ്ട് പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കട്ടയൊക്കെ മാറി നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് പരുവം പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
തക്കാളിയുടെ പൾപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ അത് ഉടഞ്ഞിരിക്കുന്നുണ്ട് ഒരുപാടായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തക്കാളിയുടെ ആ ഒരു വെള്ളം കാണുമല്ലോ, അതൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം വറ്റുന്നവരെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയേ, ഒരുപാട് അല്ലാതെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി ഒരുവിധമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും എണ്ണ ഇതേപോലെ ഒന്ന് പൊങ്ങിയൊക്കെ വരും കേട്ടോ. എണ്ണ സൈഡിൽ കൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനുമായിട്ടൊക്കെ പറ്റുവേ. ഈ ഒരു പരുവം ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ. എന്നിട്ട് ഞാൻ അതിലേക്ക് മസാലകളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവിന് വ്യത്യാസപ്പെടുത്താം. നിങ്ങളുടെ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അത് കണക്ക് ഈ അളവിൽ വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. പിന്നെ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ തന്നെ അത്യാവശ്യം ഇതിന് എരിവ് കിട്ടും. നമ്മൾ കാശ്മീരി ചില്ലിയുടേതായ ഒരു ചെറിയൊരു എരിവ് കിട്ടും. അല്ലാതെ പ്രത്യേകിച്ച് എരിവ് ചേർക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 മാഗി ക്യൂബും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാഗി ക്യൂബ് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഒന്ന് ചേർത്തെന്നേ ഉള്ളൂ. ഇത്തിരി ടേസ്റ്റിന് മാഗി ക്യൂബ് നല്ലതായതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം അതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെടുക്കണേ. തിളച്ച് അതൊന്ന് വറ്റി വരണം, വെള്ളം ഒന്ന് വറ്റി വരണം, എല്ലായിടത്തും ഇതൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വറ്റി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണേ. നമ്മുടെ കറിതേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ, എണ്ണയെല്ലാം പൊങ്ങി ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തൈര് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ആവശ്യത്തിലധികം അത്യാവശ്യം വേണമെങ്കിൽ ചേർക്കാം. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുന്നത് നല്ലത്. എൻ്റെതിന് വലിയ പുളി ഇല്ലായിരുന്നു, എന്നാലും ചെറിയ പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് അളവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തൈരിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. വേണമെങ്കിൽ തൈര് ഉടച്ച് ചേർക്കണമെങ്കിൽ ഉടച്ചും ചേർക്കാം, അല്ലാതെ ഡയറക്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ ഇവിടെ ഉടച്ചൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് ചേർക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഒന്ന് വെള്ളവുമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്താണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിന് പകരം പാൽ വേണമെങ്കിൽ പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാലും ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്. ഞാൻ ഫ്രഷ് ക്രീമായിട്ടാണ് എല്ലാ കറിയും ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ക്രീം തന്നെ ഉപയോഗിക്കുന്നത്. പാൽ ആഡ് ചെയ്യുന്നവർക്ക് പാൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മുടെ കറി തിളച്ച് ഏകദേശം പരുവായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കെല്ലാം പാകത്തിനായതുകൊണ്ട് ഞാൻ ആഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതായത് ആ ഗ്രേവി എല്ലായിടവും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റത്തേനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കറി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വെള്ളമെല്ലാം ഒരുവിധമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നേ. ഈ പരുവം ആയപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കസൂരി മേത്തി ഇടണമെങ്കിൽ ഇടാം, നിർബന്ധമില്ല. ഞാൻ കസൂരി മേത്തി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിന് പകരം മല്ലിയിലയും പുതിനയിലയും ഇട്ടാലും മതി, കുഴപ്പമില്ല. ഞാൻ ഇവിടെ കസൂരി മേത്തിയും മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടുണ്ടായിരുന്നേ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം മൂടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മണ്ടയിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഏത് ആഹാരത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും സാധാ റൈസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക തരം ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു കുക്കിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.